നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗീസ് സൂപ്പർ താരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് അൽ നസ്ർ ശ്രമങ്ങൾ നടന്നു. ഓൾറെഡി നമുക്കറിയാം അവിടെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ജാവോ ഫെലിക്സ് ഉണ്ട്. പോരാ, ഇനിയും പോർച്ചുഗൽ താരങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ബ്രസോവിച്ച് ഇപ്പോൾ ടീം വിട്ടിട്ടുണ്ട്. സോ പകരം അവർക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം. അതിനാണ് അവർ പോർച്ചുഗലിൻ്റെ യുവതാരത്തെ തന്നെ സ്വന്തമാക്കുന്നത്. വേൾഡ് കപ്പ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന യുവതാരമാണ്. മറ്റാരുമല്ല, സാമു കോസ്റ്റയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിവരം പുറത്തുവിടുന്നു ഫബ്രീസിയോ റൊമാനോ. അദ്ദേഹം നേരത്തെ തന്നെ ഈ വിവരത്തിൻ്റെ സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസ് മാധ്യമമായി പോലെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫബ്രീസിയോ പറയുന്നത് അൽ നസ്ർ ആർ മേക്കിംഗ് പ്രോഗ്രസ് ഇൻ ടോക്ക് ടു സൈൻ സാമു കോസ്റ്റ. സാമു കോസ്റ്റയെ സ്വന്തമാക്കുന്നതിനായിട്ടുള്ള ചർച്ചകളിൽ അൽ നസ്ർ ഇതാ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. മയോർക്കയിൽ നിന്ന് താരം അൽ നസ്റിലേക്ക് ചേക്കേറിയേക്കും. മയോർക്കയുമായിട്ടും പ്ലെയറിൻ്റെ ക്യാമ്പുമായിട്ടും അൽ നസ്ർ നല്ല രൂപത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ബ്രാഗയിലൂടെ കളി തുടങ്ങിയ താരമാണ്. അതിനുശേഷം അദ്ദേഹം അൽമെരിയയിലേക്ക് പോയി. അവിടെ നിന്ന് 2023 മയോർക്കയിലേക്ക് ചേക്കേറുന്നത്. ഇത്രയും കാലം അതിനുശേഷം അവിടെയാണ് കളിച്ചത്. 2019 പോർച്ചുഗലിൻ്റെ അണ്ടർ-19 ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങി. അണ്ടർ-20 ടീമിലും അണ്ടർ-21 ടീമിലും ഒക്കെ കളിച്ച താരം 2024 പോർച്ചുഗലിൻ്റെ സീനിയർ ടീമിലേക്ക് എത്തി. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. 7 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഇതുവരെ പോർച്ചുഗലിനായി കളിച്ചത്. പോർച്ചുഗലിൻ്റെ ഭാവി താരമായിട്ട് കണക്കാക്കപ്പെടുന്ന കളിക്കാരനെയാണ് CR7 ടീമിലേക്ക് ഇപ്പോൾ അവരെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.